നമസ്തേ. നമുക്കൊരു ഉദാഹരണ ജാതകം നോക്കാം. കുറേ നമ്മൾ എല്ലാവരും ആവശ്യപ്പെടലുണ്ട്, ഉദാഹരണ ജാതകം വേണം. നമ്മളിപ്പോൾ ലൈവൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുറേ ആളുകൾ അതിൽ ലൈവിൽ ഈ ഗ്രഹനില കൂടി കാണിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്കതിന് സാധ്യമായിട്ടില്ല. മിക്കവാറും ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമുക്കത് കൂടി ചെയ്യാൻ പറ്റും. കാര്യം അതിന് നമ്മുടെ ലാപ്ടോപ്പിനെ കുറച്ചുകൂടി റാം വർദ്ധിപ്പിക്കണം, അതുകൊണ്ടുള്ളൊരു ഡിലേ ആണ്. അപ്പോൾ അത് കിട്ടുന്നില്ല, സോഫ്റ്റ്വെയർ ഒരേ സ്പീഡിൽ നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതൊരു ഉദാഹരണ ജാതകം നമുക്ക് സ്ക്രീനിൽ കാണാം. ഇത് ഏകദേശം 1995 ജനിച്ചതാണ്. 3 നവംബർ 1995 12 മണി 12:10 എന്ന സമയത്ത് ഉച്ചയ്ക്ക് 12:10 ജനിച്ച ഒരു ജാതകമാണ്. ഓക്കെ, ഈ ജാതകത്തിൽ നമുക്ക് കിട്ടുന്നത് മകരലഗ്നമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മകരലഗ്നം എന്ന് പറയുമ്പോൾ മകരലഗ്നം ഡിഗ്രികളും പറയാം. ലഗ്നാധിപൻ വന്നിട്ട് 8 ഡിഗ്രിയിലാണ്. അതേപോലെ തന്നെ സൂര്യൻ വന്നിട്ട് തുലാത്തിൽ 10 ദിഗ്ബലത്തിൽ നീചത്തിൽ രാഹുബന്ധത്തിൽ നിൽക്കുകയാണ്. ആ സൂര്യൻ വന്നിട്ട് ഏകദേശം 16 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. ചന്ദ്രൻ നമുക്ക് 7 രാശി കഴിഞ്ഞ് 10 രാശി കഴിഞ്ഞ് 11ാമത്തെ രാശിയിൽ 29 ഡിഗ്രിയിൽ നിൽക്കുകയാണ്. അതായത് കുംഭത്തിൽ. മകരമാണ് ലഗ്നം, 2 ചന്ദ്രനാണ്. അതുപോലെ ശനിയുണ്ട്. ശനി വന്നിട്ട് ഡിഗ്രി വന്നിട്ട് 24 ഡിഗ്രി ഉണ്ട്. 4 കേതുവാണ് നിൽക്കുന്നത്. കേതു വന്നിട്ട് 1 ഡിഗ്രി തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ പിന്നെ ഉള്ളത് നേരെ 10ലാണ്. 10 സൂര്യനും ബുധനും രാഹുവാണ് നിൽക്കുന്നത്. തുലാത്തിൽ സൂര്യൻ നീചനാണ്, 16 ഡിഗ്രി ഉണ്ട്. നീചനുമാണ്, രാഹുബന്ധത്തോടുമാണ്. 16 ഡിഗ്രി, രാഹു 1 ഡിഗ്രി, ബുധൻ വന്നിട്ട് 4 ഡിഗ്രി. അങ്ങനെയാണ് ജാതകമുള്ളത്. ബുധൻ 4 ഡിഗ്രി, രാഹു 1 ഡിഗ്രി, സൂര്യൻ 16 ഡിഗ്രി. അങ്ങനെയാണ് ജാതകമുള്ളത്. സൂര്യൻ ശരിക്കും പറഞ്ഞാൽ രാഹുവെ കടന്നു പോന്നു അല്ലേ. 1 ഡിഗ്രിയിൽ രാഹു എന്ന് പറയുമ്പോൾ രാഹുവിനെ കടന്നു പോന്നു. 15 ഡിഗ്രിയോളം ദൂരം ഓടി. അതിൻ്റെ ഒരു ചെറിയ ഗുണമുണ്ട്. എന്നാലും സൂര്യൻ നീചനാണ്. 20 ഡിഗ്രി വരെ സൂര്യൻ നീചനാവണം, പൂർണ്ണ നീചനാകും അല്ലേ. അതേപോലെ 11 ചൊവ്വ ഗുരു ശുക്രൻ. 15 ഡിഗ്രി ചൊവ്വയുണ്ട്. ഗുരു 22 ഡിഗ്രി ഉണ്ട്. ശുക്രൻ 6 ഡിഗ്രി ഉണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഗുരു ശുക്രന്മാരുടെ ഒന്നിച്ച് യോഗം വരുന്ന ചൊവ്വ തന്നെ ആയിരിക്കും ഈ ജാതകത്തിൽ ഏറ്റവും ശുഭനായിട്ടുള്ള ഗ്രഹം. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നോക്കിയത്. നോക്കുമ്പോൾ ബുധദശയാണ്. ബുധദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകരലഗ്നത്തിന് 6ഉം 9ഉം ഭാവാധിപനാണ്. 10 നീച സൂര്യൻ്റെയും രാഹുവിൻ്റെയും യോഗം ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ബുധദശ എങ്ങനെ ഉണ്ടാവില്ല? വലിയ ഗുണം ഉണ്ടാവില്ല. ഒന്നുകൂടി നോക്കാം. ശുക്രൻ്റെ സ്ഥാനം കൂടി പ്രധാനമാണ്. ബുധൻ നിൽക്കുന്നത് ശുക്രൻ്റെ വീട്ടിലായതുകൊണ്ട് ശുക്രൻ്റെ സ്ഥാനം, ശുക്രൻ വന്നിട്ട് ഗുരു യോഗം ചൊവ്വ യോഗം ചെയ്ത് വലിയ കുഴപ്പമില്ല. പക്ഷേ ശുക്രൻ എന്തല്ല, ശുക്രൻ ഉച്ചത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ശുക്രനാണ്. ചൊവ്വയുടെ വീട്ടിൽ ചൊവ്വയുടെ ബന്ധത്തോടു കൂടി ഗുരുബന്ധം വരുന്നത് ശുക്രന് അത്ര ശുഭമല്ല. എന്നാലും ശുക്രന് വലിയ ബലക്കുറവ് പറഞ്ഞുകൂടാ. ശുക്രന് ബലക്കുറവ് പറയാം. കാര്യം ശനി വന്നിട്ട് 24 ഡിഗ്രി നിൽക്കുന്ന ശനിയുടെ 10ാം ദൃഷ്ടി ശുക്രനെയും ഗുരുവിനെയും, ശരിക്കും ഗുരുവിനെയാണ് നല്ലോണം അടിക്കുന്നത്. 24 ഡിഗ്രി ഗുരു, 22 ഡിഗ്രി ഗുരു, 24 ഡിഗ്രി ശനി എന്ന് പറയുമ്പോൾ ശനിയുടെ 10ാം ദൃഷ്ടി ആര് ബാധിക്കും? വ്യാഴത്തിനെയും ശുക്രനെയും ചൊവ്വേനെയും ബാധിക്കും. ഈ 3 ഗ്രഹങ്ങൾക്കും ചൊവ്വ അതീത ശുഭനാണെങ്കിലും ചൊവ്വയ്ക്ക് ശനിദൃഷ്ടിയുണ്ട്. അപ്പോൾ ശുക്രനും ശനിദൃഷ്ടിയുണ്ട്. കേതുവിന് ശനിദൃഷ്ടിയുണ്ട്. അഷ്ടമത്തിലേക്ക് ശനിദൃഷ്ടി വന്നു കഴിഞ്ഞതുകൊണ്ടാണ് എന്ത് വരുന്നത്? അഷ്ടമാധിപന് തടസ്സവും വരും. അഷ്ടമാധിപൻ നീചനാണ്. അഷ്ടമത്തിൽ ശനിദൃഷ്ടിയുണ്ട്. അഷ്ടമകാരകനായ ശനി ശുഭനാണ്. ചന്ദ്രയോഗമുണ്ട്. പക്ഷെ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. അവിടെയും തടസ്സമുണ്ട്. ചൊവ്വയുടെ 4ാം ദൃഷ്ടി ആരെ ബാധിക്കും? ശനീനെ. പരസ്പരം ദൃഷ്ടിയാണ്. ചൊവ്വയ്ക്ക് 4ാം ദൃഷ്ടിയും ശനിക്ക് 10ാം ദൃഷ്ടിയും പരസ്പരം ബാധിക്കുന്നത് നന്നല്ല. അപ്പോൾ അവിടെയും അഷ്ടമകാരകനും അഷ്ടമാധിപനും എല്ലാം തടസ്സത്തിലുണ്ട്. അപ്പോൾ ഇയാൾക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി എന്ന് പറഞ്ഞു. ബുധദശയിലെ സൂര്യൻ്റെ അപഹാരമാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഒന്ന് പൂരോരുട്ടായി നക്ഷത്രമാണ്. 7.5 ശനി 7.2 ശനിയാണ്. ജന്മശനി കഴിഞ്ഞു. പക്ഷേ ആ ജന്മശനിയുടെ കഴിഞ്ഞ് പൂർണ്ണമായിട്ട് 7.5 ശനി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഗോചരത്തിൽ
അത്ര ഒരു ശുഭമല്ല ഒന്നാമത്തെ കാര്യം. 2, ഇയാൾക്ക് ബുധദശ 6ാം ഭാവാധിപൻ്റെ ദശയിൽ അഷ്ടമാധിപനായ സൂര്യൻ്റെ അപഹാരം നടക്കുക. ബുധദശ 2019 മുതൽ 36 വരെയുണ്ട്. അതായത് ബുധദശ എന്തുണ്ടാവില്ല, ഗുണം ചെയ്യില്ല. കാര്യം എന്താണ്, 6, 9 ഭാവാധിപത്യം ആണെങ്കിലും ഇത് ഫലം തരാൻ കഴിയാത്ത തരത്തിലാണ് ബുധൻ നിൽക്കുന്നത്. എങ്ങനെ? ബുധൻ നീച സൂര്യൻ്റെയും രാഹുവിൻ്റെയും യോഗത്തിലാണ് നിൽക്കുന്നത്. രാഹുവിൻ്റെയും നീച സൂര്യൻ്റെയും യോഗം ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. ബുധദശ വലിയ ഫലമൊന്നും തരില്ല. വിവാഹം കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ആക്സിഡൻ്റായിട്ട് ഇപ്പോൾ കിടക്കുകയാണ്, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ജാതകം നോക്കിയത്. അപ്പോൾ അതിൽ ബുധദശയിൽ സൂര്യാപഹാരം. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് 6, 8 ഭാവാധിപന്മാരുടെ ദശകളോ അപഹാരങ്ങളോ എപ്പോഴും ദോഷം ചെയ്യുന്നു. ഇതിൽ ബുധൻ 6, 9 ഭാവാധിപനാണ്. ബുധനേക്കാൾ ദോഷമാണ് സൂര്യൻ്റെ അപഹാരം. അഷ്ടമാധിപൻ 6ാം ഭാവാധിപൻ്റെ ദശയിൽ അഷ്ടമാധിപൻ്റെ അപഹാരം, സൂര്യൻ്റെ അപഹാരം 4/1/2026 മുതൽ തുടങ്ങിയിട്ട് 10/11/26 വരെ സൂര്യൻ്റെ അപഹാരമാണ്. സൂര്യാപഹാരം നടക്കുകയാണ്. അത് കഴിഞ്ഞ് ചന്ദ്രാപഹാരവും സൂര്യാപഹാരവും എപ്പോഴും മകരം കുംഭം രാശിക്കാർക്ക് സൂര്യചന്ദ്രന്മാരുടെ അപഹാരം ലഗ്നക്കാർക്ക് മകരം കുംഭം ലഗ്നക്കാർക്ക് സൂര്യചന്ദ്രന്മാരുടെ അപഹാരം ഗുണം ചെയ്യില്ല കാര്യമായിട്ട്. പിന്നെ ശുഭത്വം ഉണ്ടെങ്കിൽ അതിന് ഗുണം ചെയ്യും. ഇവിടെ സൂര്യൻ വന്നിട്ട് നീചനാണ്, രാഹുബന്ധമുണ്ട്. അതുപോലെ ചന്ദ്രൻ വന്നിട്ട് ശനി ചൊവ്വ ഒന്നിച്ച് യോഗം ചെയ്ത് നിൽക്കുക. അപ്പം പെട്ടെന്നൊന്നും കാര്യങ്ങൾ അനുകൂലമാവില്ല. കാര്യം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അപഹാരം നന്നല്ല. പ്രത്യേകിച്ചും സൂര്യാപഹാരം. മകരലഗ്നത്തിന് അഷ്ടമാധിപനായ സൂര്യാപഹാരം വരുമ്പോൾ, അല്ലെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെയോ അല്ലെങ്കിൽ രാഹുവിൻ്റെയോ ദശ അപഹാരം വരുമ്പോൾ, സൂര്യദശ വന്നാലും ഇവിടെ നല്ല ദോഷം വരും. സൂര്യദശ ബുധദശയാണ്. സൂര്യദശ വരാൻ സമയമില്ല, ഒരുപാട് സമയം കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യദശ വന്നാലും അപഹാരം വന്നാലും ഈ ജാതകത്തിന് ദോഷം ചെയ്യും. വളരെ സിമ്പിളാണ്. നമ്മൾ 6, 8 ഭാവാധിപന്മാരുടെ ദശാപഹാരങ്ങൾ വരുന്നുണ്ടോ, അതേസമയം ഗോചരത്തിൽ അഷ്ടമശനി, ജന്മശനി പോലുള്ള ദോഷങ്ങൾ വരുന്നുണ്ടോ, ദശാനാഥൻ ഗോചരത്തിലെ ദശാനാഥന് പാപസ്ഥിതി വരുന്നുണ്ടോ, ബുധൻ ഇത് ആക്സിഡൻറ്റ് പറ്റുന്ന സമയത്ത് നോക്കിയാൽ കൃത്യമായിട്ട് ഡേറ്റ് നോക്കിയാൽ അറിയാം. ബുധന് പാപത്വം വന്നിട്ടുണ്ടാവും. സൂര്യൻ ഒന്നുകിൽ ശനിബന്ധോ ചൊവ്വാബന്ധോ സൂര്യനും വന്നിട്ടുണ്ടാവും. അങ്ങനെ പൂർണ്ണമായും ഒരവസ്ഥയിലാണ് ഒരു തടസ്സം നമുക്ക് വരിക. ആക്സിഡൻറ്റിന് പ്രധാന കാരകം വരിക എപ്പോഴും ഈ സൂര്യ ദശയിൽ ഇതിൽ വന്നിട്ട് ചൊവ്വയുടെ അപഹാരത്തിലായിരിക്കും ആക്സിഡൻറ്റ് വരിക. കാര്യം ചൊവ്വയാണ് ആക്സിഡൻറ്റ്, ബ്ലഡ് സ്പ്രെഡ് ചെയ്യുന്നതും ആക്സിഡൻറ്റ്, അപകടങ്ങൾ, കൊലപാതകങ്ങൾ, കൊല അതെല്ലാം കൊടുക്കുക ചൊവ്വയാണ്. രക്തം കൊണ്ടുള്ള കാര്യങ്ങൾ, രക്തം പുറത്തു വന്നാൽ അത് കാര്യങ്ങളൊക്കെ അസ്ഥിഭംഗം വരുന്നത് ശനിയും കൂടി ചേർന്ന്. അപ്പോൾ ഇത് വരുന്നത് ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വ വരുന്നത് ബുധദശയിൽ സൂര്യാഭാരത്തിൽ ചൊവ്വയുടെ ഛിദ്രത്തിലായിരിക്കും മിക്കവാറും ആക്സിഡൻറ്റ്. ഞാൻ ഡേറ്റ് കൃത്യം ചോദിച്ചില്ല, പക്ഷെ അങ്ങനെയാണ് വരിക. നിങ്ങൾക്ക് ആക്സിഡൻറ്റ് പറ്റിയവർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ചൊവ്വാബന്ധം വരും ഒരു ആക്സിഡൻറ്റ് വരണമെങ്കിൽ. 14/2/2026 മുതൽ 5/3/26 വരെയുള്ള സമയമായിരുന്നു ചൊവ്വയുടെ ഛിദ്രം. അപ്പോൾ സൂര്യാപഹാരം പറയുമ്പോൾ സൂര്യാപഹാരത്തിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അപഹാരം കഴിഞ്ഞ് ചൊവ്വയുടെ അത് 3 അപഹാരവും കഷ്ടമായിട്ട് വരും. അപ്പോൾ ഇയാൾക്ക് ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. ബുധദശയിൽ സൂര്യ അപഹാരവും ചന്ദ്രൻ്റെ അപഹാരവും ചൊവ്വയുടെ അപഹാരവും. ചൊവ്വ ന്യൂട്രലായി നിൽക്കും. കാര്യം ഗുരുശുക്ര യോഗം കൂടിയുണ്ട്. പക്ഷെ എന്നാലും ശനി ദൃഷ്ടി ദോഷമായിട്ട് വരും. പിന്നെ അഷ്ടമഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയാണ്. അഷ്ടമത്തിലേക്ക് ശനി ദൃഷ്ടി, അഷ്ടമാധിപൻ നീചസ്ഥിതി. അതേപോലെ തന്നെയാണ് ഈ അഷ്ടമത്തിൻ്റെ കുറച്ചൊരു ബുദ്ധിമുട്ട്. പെട്ടെന്നുള്ള അഭീഷ്ടവും കിട്ടാം. അഷ്ടമം ശുഭമായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഗുണം കിട്ടാം, പെട്ടെന്ന് നാശവും വരുന്ന അഷ്ടമത്തിൻ്റെ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഉദാഹരണ ജാതകമാണ്. സ്ക്രീനിലെ ജാതകം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജാതകത്തെ എല്ലാം ഇതിലും ഞാൻ പറയുന്നതാണ്. മകരം കുംഭം രാശിക്കാർക്ക് സൂര്യചന്ദ്രന്മാർ, പ്രത്യേകിച്ചും കുംഭത്തിന് ചന്ദ്രൻ, മകരത്തിന് സൂര്യൻ ദശാപഹാരങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മീനം ധനു രാശിക്കാർക്ക് ശുക്രൻ്റെ ദശാപഹാരങ്ങൾ ശ്രദ്ധിക്കണം. മേടം വൃശ്ചികം രാശിക്കാർക്ക് ബുധൻ്റെ ദശാപഹാരങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു കോമൺ ആയിട്ടുള്ള ഫാക്റ്റാണ്. അത് തെളിയിക്കുന്ന ഞാൻ ലൈവിൽ പ്രെഡിക്റ്റ് ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ലൈവിലൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. നമുക്ക് മോശം വരുന്ന സമയം നമ്മുടെ ഏറ്റവും 6, 8 ഭാവാധിപന്മാരുടെ ദശാപഹാരമായിരിക്കും. അതുപോലെ തന്നെ ഇടവം തുലാം ലഗ്നക്കാർക്ക് ഗുരുവിൻ്റെ ദശാപഹാരങ്ങൾ, മിഥുനം അതുപോലെ കന്നി ലഗ്നക്കാർക്ക് ചൊവ്വയുടെ ദശാപഹാരങ്ങൾ,
കർക്കിടകം ചിങ്ങം ലഗ്നക്കാർക്ക് ശനിയുടെ ദശാപഹാരങ്ങൾ ഇതാണ് ദോഷമായിട്ട് വരിക. ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് ഈ സമയത്ത് ഇത് ദശയുടെയും അപഹാരത്തിൻ്റെയും കാര്യമാണ്. അതിൻ്റെ ഒപ്പം ഗോചര ദോഷം കൂടിയും വരിക. ലഗ്നാധിപൻ്റെ ബലം എങ്ങനെയാണെന്ന് നോക്കുക. ആ ദശ തരുന്ന ഗ്രഹം നിൽക്കുന്ന വീടിൻ്റെ ഉടമ ഉച്ചനാണോ നീചനാണോ നോക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ നമുക്ക് ഫലപ്രവചനം ഈസിയാണ്. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ജാതകം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് മോശാപഹാരമാണോ മോശദശയാണോ. അതല്ലാതെ ഇതൊരു ജ്യോതിഷിയുടെ ആവശ്യം പോലും ഇല്ല. സത്യത്തിൽ ഇത് വളരെ കൃത്യമായിട്ടുള്ളൊരു നിയമസംഹിതയിൽ കൂടെ തന്നെയാണ് ജ്യോതിഷം കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, യോഗങ്ങൾ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ കോംപ്ലിക്കേഷൻ ആക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ എന്തൊക്കെയോ ആണെന്ന് തോന്നുന്നത്. പക്ഷേ സത്യത്തിൽ ഒന്നുമില്ല. വളരെ കൃത്യമായ സൂക്ഷ്മമായ ഈ ഒരു അവസ്ഥയെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ മതി. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.